ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായമാണ് വായിക്കുന്നത്. നമുക്കറിയാം, യോവാസ് 7 വയസ്സുള്ളവനായി അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവാകുന്ന കാര്യമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അതിനുശേഷം അങ്ങനെ രാജാവായ അദ്ദേഹം 40 വർഷത്തോളം ഇസ്രായേൽ ജനത്തിന് അദ്ദേഹം ന്യായപാലനം ചെയ്തു. അദ്ദേഹം നമ്മൾ വായിക്കുന്നു, അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത യഹോയാദ എന്ന് പറയുന്ന പുരോഹിതൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. കാരണം 7 വയസ്സിലാണല്ലോ ഭരണമേൽക്കുന്നത്. ആ ശ്രേഷ്ഠ പുരോഹിതൻ്റെ ഒരു ശിക്ഷണത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നീതിപൂർവം കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് നീതിപൂർവം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ പുരോഹിതന്മാരുടെ സാന്നിധ്യവും പുരോഹിതൻ്റെ സ്ഥാനാഭിഷേകത്തിൽ രാജാവിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്. അവർ വാസ്തവത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലാണ്. രാജാവ് ജനത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളെ പ്രതി പ്രവർത്തിക്കുമ്പോൾ പുരോഹിതൻ ആത്മീയമായ കാര്യങ്ങളെ പ്രതി അത് പ്രവർത്തിക്കുകയാണ്. അത് പരസ്പര ധാരണയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് ഏറെ അനുഗ്രഹപ്രദവുമാണ്. ഏതെങ്കിലും ഒന്നായി തീരുമ്പോൾ ഒരു രീതി മാത്രം വരുമ്പോഴാണ് അവിടെ അധാർമികത കടന്നു വരുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ യോവാസ് ഒരു ബാലനായിരുന്നതുകൊണ്ട് ഏകദേശം കുറേ വർഷങ്ങൾ അദ്ദേഹം ഈ പുരോഹിതൻ്റെ ഒരു ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് നീതിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ദേവാലയത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ വായി, ദേവാലയത്തിൽ അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്നതായ തുക 2 ശെക്കെൽ 12 വയസ്സ് പ്രായമായ എല്ലാ പുരുഷന്മാരും 2 ദീനാറോ 2 ശെക്കെൽ അവർ ദേവാലയത്തിന് നികുതി അടയ്ക്കണമായിരുന്നു. ആ പണവും അതുപോലെ തന്നെ സ്വാഭിഷ്ട കാഴ്ചകളായി കൊണ്ടുവരുന്നതിൻ്റെ അതിൻ്റെ വിലയൊക്കെ വാങ്ങി ദേവാലയത്തിന് അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ നിർദ്ദേശിച്ചെങ്കിലും അവരാരും പുരോഹിതന്മാരും ഒന്നും അതിനുള്ള പണം കളക്ട് ചെയ്യുകയോ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ മെയിൻ്റനൻസ് നടത്തുകയോ ചെയ്തില്ല. നമുക്കറിയാം, തടികൾ കൊണ്ടും ഒക്കെ വളരെ മനോഹരമായി പണിതതായ ദേവാലയമാണ്. അപ്പം അതിന് വലിയ മെയിൻ്റനൻസ് ആവശ്യമായി വരും എല്ലാ വർഷവും. പക്ഷെ അത് ചെയ്യാതെ കൊണ്ട് പുരോഹിതന്മാർ അതിൽ വീഴ്ച വരുത്തി. നമ്മൾ വായിക്കുന്ന 23 വർഷം വരെ അദ്ദേഹം വെയിറ്റ് ചെയ്ത് 23-ാം വർഷം അദ്ദേഹം അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അത് തന്നെ അഭിഷേകം ചെയ്ത ആ യഹോയാദായെ ഉൾപ്പെടെ പുരോഹിതന്മാരെല്ലാം വിളിച്ച് അദ്ദേഹം അത് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ചോദ്യം ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? അവരൊരു പെട്ടിയുണ്ടാക്കി, അതിന് ദ്വാരമുണ്ടാക്കി ബലിപീഠത്തിനടുത്ത് കൊണ്ട് സ്ഥാപിക്കുകയും ബലി അർപ്പിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് അതിനുവേണ്ടി പ്രത്യേകമായ പണം അത് കളക്ട് ചെയ്യുകയും അത് രാജാവിൻ്റെ കാര്യവിചാരകനെ കൂട്ടി വരുത്തി ആ പണം എടുത്ത് അവരുടെ സഞ്ചിയിൽ സൂക്ഷിച്ചു. എന്നിട്ട് മെയിൻ്റനൻസിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് ആ പണം അവിടെ ഉപയോഗിക്കുകയാണ്. അതിനുള്ള ഒരു സംവിധാനം അവിടെ ചെയ്തു. കാരണം ദേവാലയം ദൈവം വസിക്കുന്ന മന്ദിരമാണ്, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലമാണ്. അതിനെ വൃത്തിയായും ഭംഗിയായും ഒക്കെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ഇന്നും നമ്മൾ വസിക്കുന്ന ദേവാലയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്ത നമുക്കുണ്ടാവേണ്ടതാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങൾ അതിമനോഹരമായി നമ്മൾ പണിയുമ്പോൾ ദേവാലയം അതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ മനോഹരമാക്കി പണിയുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ്, ഈ രാജാവിൻ്റെ ആ കൽപ്പന അനുസരിച്ച് പുരോഹിതന്മാർ അതിനുള്ളതായ പണം ഇവിടെ കൈകാര്യം ചെയ്യുന്നു. അതിനകത്ത് അവർ ധാരാളം പണക്കാരുണ്ട്. അതിനകത്ത് മരപ്പണിക്കാരുണ്ട്, അല്ലെങ്കിൽ കല്ലുപണിക്കാരുണ്ട്, കൊത്തുപണിക്കാരുണ്ട്. അവർക്കെല്ലാം ആ പണം അവരവിടെ അതിനുവേണ്ടി അവരവിടെ വിനിയോഗിക്കുകയാണ്.
എന്നാൽ ഒരു കാര്യം നമ്മൾ വായിക്കുന്ന ആ പണികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെയാണ് ഈ പണം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്. ഒരു കാര്യം കൂടി നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വിശ്വസ്തയോടെ പണം കൈകാര്യം ചെയ്തതുകൊണ്ട് അവരോട് കണക്ക് ചോദിച്ചില്ല എന്നാണ്. ഏത് സ്ഥാനത്താണെങ്കിലും വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലേ അവിടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അവരോട് കണക്ക് ചോദിക്കേണ്ട യാതൊരു സാഹചര്യവും അവിടെ വരുന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാനത്ത് വരുന്ന ആളുകൾ അവർക്ക് പണം കയ്യിൽ വരുമ്പോൾ പലരുടെയും മനോഭാവം മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ധനം ഒരു പൈശാചികമായ ഒരു ഇതാണല്ലോ. കർത്താവ് പറഞ്ഞു, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ മനുഷ്യനിൽ പിശാച് കയറും. അപ്പോൾ ധനം കയ്യിൽ വന്നു കഴിയുമ്പോൾ അത് നീതിപൂർവം പ്രവർത്തിക്കാനുള്ളത് അത്രമാത്രം സമർപ്പിതരായവർക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിശാച് കടന്നു വരികയും അതിൽ നിന്ന് അവർ അപഹരിക്കുന്ന ഒരു സാഹചര്യം എല്ലാ തരങ്ങളിലും, രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിതിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ദേവാലയ മെയിൻ്റനൻസിന് വേണ്ടി ചുമതലപ്പെട്ടവർ അതൊന്നും വ്യർത്ഥമായി ഉപയോഗിച്ചില്ല. അവർക്ക് വേണ്ടി അവരതൊന്നും സ്വീകരിച്ചില്ല. പിന്നെ നമ്മളിവിടെ പറയുന്നു, അതിനുശേഷം പുരോഹിതന്മാർക്ക് എടുക്കാൻ അവകാശമുണ്ടായിരുന്നത് കാഴ്ച വസ്തുക്കളായിട്ട് വരുന്നതും പശ്ചാത്താപത്തിൻ്റെ പാപപരിഹാര ബലി അർപ്പിക്കുമ്പോഴുള്ള അതിൻ്റെ പണമൊക്കെ എടുത്ത് അവർക്ക് അത് എടുത്ത് ഉപയോഗിക്കാമായിരുന്നു. ബാക്കിയുള്ള പണങ്ങളൊക്കെയും ദേവാലയത്തിൻ്റെ മെയിൻ്റനൻസിനായിട്ട് ഉപയോഗിച്ച് ദേവാലയത്തെ സൂക്ഷിക്കുന്നു. എന്നാൽ രാജാവിൻ്റെ ഒരു ബലഹീനത ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു. ആ പുരോഹിതൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം വളർന്ന് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തുവെങ്കിലും, നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്തെങ്കിലും പൂജാഗിരികളെയോ ധൂവാർപ്പണത്തെയോ അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്തില്ല. ഈ ദേവാലയത്തെല്ലാം മറ്റ് നമുക്കറിയാം സാധാരണ ജനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ജാതികൾ നടത്തുന്നതായ പൂജാഗിരികളൊന്നും ഇത് നമ്മുടെ ചില രാജാക്കന്മാരൊക്കെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉള്ളവരൊക്കെ അതോട് യോജിച്ചു പോയിട്ടുണ്ട്. ഇക്കാലത്ത് രാജാക്കന്മാരുടെ ഒരു ബലഹീനതയായി പഴയ നിയമത്തിൽ നമുക്കിത് കാണാൻ പറ്റും. കാരണം അവരുടെ ദൈവങ്ങൾ കൂടി പ്രസാദിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഈ സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത അവരെ ഭരിക്കുന്നതാവാം. അങ്ങനെ ഉള്ള ഭയപ്പെട്ടിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സമയത്ത് സിറിയൻ രാജാവായ ഹസായേൽ ഇവരുടെ ഈ പട്ടണം പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. അദ്ദേഹം ഗത്ത് ദേശം യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കി യെരുശലേമിലേക്കും വരാൻ പോകുന്നുവെന്നറിഞ്ഞ് ഭയപ്പെട്ട യോവാശ് രാജാവ് അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുകളും അതുപോലെ തന്നെ സ്വർണ്ണ വസ്തുക്കളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ സംതൃപ്തനാക്കി ആ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് ഒഴിവാവുകയാണ്. അപ്പം പല രാജാക്കന്മാരൊക്കെ ഇത് യുദ്ധം ചെയ്യുന്നതും രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതൊക്കെ അവിടുത്തെ സമ്പത്ത് കണ്ടുകൊണ്ടാണ്. ഇവിടെ ധാരാളം സമ്പത്തുണ്ട്, അത് കൊടുത്ത് അദ്ദേഹം ജനങ്ങളെ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതായ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ 20-ാം വാക്യം വരുമ്പോൾ ഒരു യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ സംരക്ഷകർ ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ വധിച്ചു കളയുകയാണ്, ഈ യോവാശ് രാജാവിനെ. എപ്പോഴും അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്. തങ്ങൾക്ക് ഏത് സമയത്തും വധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അസൂയ പൂണ്ട ജനം പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അവരവരുടെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കാതെ വരുമ്പോൾ പല ആളുകളും അപ്രകാരം അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരും. കാര്യം നമ്മൾ ഓർക്കുക. അതിപ്പോൾ സഭയിലായാലും സമൂഹത്തിലായാലും എല്ലായിടത്തും അതുണ്ട്. അതുകൊണ്ട് നമ്മൾ നാം ഏറ്റെടുക്കുന്ന ജോലി ഏത് തരത്തിലായുള്ളതായാലും അതിനോട് ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവമേ ഞങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ നീതിപൂർവ്വം പ്രവർത്തിക്കാനും ചിന്തിപ്പാനും ഞങ്ങൾക്കിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.